Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിൻ്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 21 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിനിക്കൽ പാത്തോളജി ആണ്. ക്ലിനിക്കൽ പാത്തോളജിയിലെ സെമൻ അനാലിസിസ് ആണ്. സോ നമ്മൾ ക്ലിനിക്കൽ പാത്തോളജിയിൽ ഇപ്പോൾ സെമൻ CSF അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ബോഡി ഫ്ലൂയിഡ്സൊക്കെ നമ്മൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇപ്പോൾ ക്ലിനിക്കൽ പാത്തോളജിയിൽ കൂടുതലായിട്ടും വേറെ ചോദിക്കാനില്ല. അതുകൊണ്ട് ഇപ്പോൾ സെമൻ അനാലിസിസ് ആയിക്കോട്ടെ, CSF ആയിക്കോട്ടെ, സ്പ്യൂട്ടം ആയിക്കോട്ടെ, എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സബ്ജക്റ്റാണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനില്ലെങ്കിലും പഠിക്കാനുള്ള എല്ലാ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ അതുകൊണ്ട് ഒരു പോർഷൻസും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല ക്ലിനിക്കൽ പാത്തോളജിയിൽ. സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ, semen has a grey opalescent appearance. Option B, semen samples should be collected after a minimum of 3 to 5 days of sexual abstinence. Option C, if condom is used to collect the sample, it must be washed well and dried. Option D, liquefaction time of semen is 90 minutes. അതായത് നമ്മളുടെ തന്നിരിക്കുന്നതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ എടുക്കാൻ പറഞ്ഞത്. കാരണം സെമനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ സെമൻ അനാലിസിസ് ആയിക്കോട്ടെ, ഇപ്പോൾ സ്റ്റൂൾ അനാലിസിസ് എല്ലാം നമുക്ക് ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു ഏരിയ തന്നെയാണ്. ഡെപ്തിൽ എന്താണ് സെമൻ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഏരിയ ആണ്. പക്ഷേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ആ പോർഷൻസ് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? യെസ്, ലിക്വിഫാക്ഷൻ ടൈം ഓഫ് സെമൻ ഈസ് 90 മിനിറ്റ്സ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റോങ് ആയിട്ടുള്ളത്. കാരണം സെമനെ കുറിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഗ്രേ ഒപ്പാലസൻ കളറാണ്, അതുപോലെ തന്നെ കോണ്ടം സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മസ്റ്റ് ബി വെൽ ഡ്രൈഡ് ആയിരിക്കണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം സെമനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം അല്ലേ. എന്താണ് സെമൻസിൽ വരുന്ന കോമ്പണൻസ്, അതിൻ്റെ നോർമൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ നോർമൽ വോളിയം എത്രയാണ്, ലിക്വിഫാക്ഷൻ നോർമൽ ടൈം. ലിക്വിഫാക്ഷൻ ടൈം ഇവിടെ 90 മിനിറ്റ്സ് എന്നുള്ളത് റോങ് ആണെന്ന് പറയുമ്പോൾ നോർമൽ ലിക്വിഫാക്ഷൻ ടൈം എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് അറിഞ്ഞിരിക്കണം. സോ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെമനിലുള്ള നോർമൽ കോമ്പണൻസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സെമൻ്റെ നോർമൽ കോമ്പണൻസ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് ആണ് സ്പേം എന്ന് പറയുന്നത് അല്ലേ. സ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെയിൽ റിപ്രൊഡക്റ്റീവ് സെൽസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മെയിൽ ഗ്യാമീറ്റ് സെൽസ് ആണെന്ന് പറയാം അല്ലേ. സോ അതിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മളുടെ പെറ്റേണൽ DNA ക്യാരി ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മദേഴ്സിനും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫാദറിനും നമുക്ക് എന്ത് വരുന്നുണ്ട്, DNA വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ മെയിൻലി ഒരു പാർട്ട് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്പേമിൻ്റെ ഫങ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ മെയിൽ ഗ്യാമീറ്റ് ആണ് സ്പേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്പോണൻ്റ് ആണ് നമ്മളുടെ ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഫ്രക്ടോസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ദാറ്റ് പ്രൊവൈഡ് എനർജി സോഴ്സ് ഫ്രം സെമിനൽ വെസൈക്കിൾ. സോ ഇതൊരു ഈ ഫ്രക്ടോസ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസൈക്കിളാണ്. ഫ്രക്ടോസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആ സ്പേംസിനില്ലേ, ആ സ്പേംസിന് എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ എന്താണ് പറയുന്നത്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെമിനൽ വെസൈക്കിൾസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും, അതേപോലെ തന്നെ ഈ ഫ്രക്ടോസ് വരുന്ന ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റ് ഉണ്ടാവുമല്ലോ, സോ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴും, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ ഫ്രക്ടോസിൻ്റെ ലെവൽ കുറയുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ്. എന്നാലും ജസ്റ്റ് പറയാണ്, ഫ്രക്ടോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എനർജി സോഴ്സ് ആണ് നമ്മുടെ സ്പേമിന് വേണ്ടിയിട്ടുള്ള. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസൈക്കിളാണ്. നെക്സ്റ്റ്, മിനറൽസ്, അതായത് സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം, ഇങ്ങനെയുള്ള അത് നമ്മുടെ സ്പേമിൻ്റെ ഫങ്ഷൻ എസെൻഷ്യൽ ആയിട്ടുള്ള
മിനറൽസ് നമ്മൾ സെമനിൽ പ്രസൻറ്റ്. ഇതിപ്പോൾ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. സെമനിൽ ഇപ്പോൾ ഈ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് സെമൻസ് കണ്ടെയ്ൻ സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം, ഇതൊക്കെ ട്രൂ ആണോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അറിഞ്ഞിരിക്കുക സെമൻസിൽ ഇതേപോലെയുള്ള മിനറൽസ് ഉണ്ട്. നെക്സ്റ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ദാറ്റ് ഫെസിലിറ്റേറ്റ് സ്പേമിൻ്റെ മോട്ടിലിറ്റി. കാരണം ഈ പ്രോസ്റ്റാഗ്ലാൻഡ് സ്പേമിൻ്റെ മോട്ടിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം നമ്മൾ മോട്ടൈലല്ലാത്ത സ്പേമാണ്, മോട്ടിലിറ്റി ഇല്ലാത്ത സ്പേംസ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്കത് പ്രഗ്നൻസിക്ക് ചാൻസ് കുറവാണ്. സോ മോട്ടിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉള്ളത്. അതേപോലെ തന്നെ സെർവൈക്കൽ മ്യൂക്കസ് പെനിട്രേഷൻസിന് വേണ്ടിയിട്ടും, അതായത് നമ്മുടെ സെർവിക്സിലേക്ക് ഈ ഒരു സ്പേംസ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെനിട്രേഷന് വേണ്ടിയിട്ടും പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ സെമിനൽ വെസൈക്കിളിലെ ഒരു കൊയാഗുലേഷൻ കോമ്പണൻ്റ് ആണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. സോ ഇനീഷ്യൽ സ്പേം കൊയാഗുലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഫൈബ്രിനോജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ലിക്വിഫൈ ആവുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ കൊയാഗുലേഷന് വേണ്ടി സ്പേം അല്ല സെമൻ്റെ കൊയാഗുലേഷന് വേണ്ടിയിട്ട് ഫൈബ്രിനോജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സ്പെർമിഡിൻ എന്ന് പറയുന്നത്. ഈ സ്പെർമിഡിൻ നമ്മൾ DNA സ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സെമിനൽ പ്ലാസ്മയിലാണ് ഈ ഒരു സ്പെർമിഡിൻ പ്രസൻ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് സിട്രേറ്റ് എന്ന് പറയുന്നത് ബഫറാണ്. അത് പ്രോസ്റ്റേറ്റ് എന്നാണ് വരുന്നത്. സോ നമ്മുടെ സെമൻ്റെ pH ഇല്ലേ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സിട്രേറ്റിൻ്റെ ഫങ്ഷൻ വരുന്നത്. നെക്സ്റ്റ് PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ. അത് സെമനെ ലിക്വിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇപ്പോൾ PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ നമ്മൾ ഡിറ്റക്ട് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ പ്രോസ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും ഡിസീസ്, പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് PSA നമ്മൾ നോക്കാറുണ്ട്. ഹൈ PSA ആയിരിക്കും ഈ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിൽ വരുന്നത്. നെക്സ്റ്റ് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്. സോ അതും ലിക്വിഫാക്ഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് പ്രോസ്റ്റേറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു മിനറൽസിൽ സിങ്കും കാൽഷ്യം മഗ്നീഷ്യം പറഞ്ഞതെങ്കിലും നമ്മൾ സിങ്കിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഉണ്ട്. നമ്മൾ സ്പേമിൻ്റെ മെംബ്രെയിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷന് നമ്മൾ സിങ്കിന് വരുന്നുണ്ട്. സോ ഇപ്പോൾ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമ്മൾ അത് സ്പേം മോട്ടിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. സോ സിങ്കിന് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഉണ്ട്. കാരണം ഇതെല്ലാം ഈ പോയിൻ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ കമ്പോണൻറ്റും അതിൻ്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സെമനിൽ നോക്കുന്ന ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ വോളിയം എന്നുള്ളതാണ്. നോർമൽ CSF വോളിയം സെമൻ്റെ വോളിയം എന്ന് പറയുന്നത് 2 to 5 ml ആണ്. ലെസ് ദാൻ 1.5 ml എന്ന് പറയുന്നത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ വോളിയം എന്ന് പറഞ്ഞാൽ 2 to 5 ml ആണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ 1 to 5 ml അങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക, ഒരു നോർമൽ സെമൻ്റെ വോളിയം എന്ന് പറയുന്നത് 2 to 5 ml ആണ് എന്നുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും, അതൊരു സ്മൂത്ത് ഓർ വാട്ടറി ടെക്സ്ചറാണ് വരുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വിസ്കോസിറ്റി നോക്കാൻ വേണ്ടി നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ഒരു സ്ട്രിങ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മളതിൽ എത്രത്തോളം ത്രെഡാണ് വരുന്നത് എന്നുള്ളത് നോക്കാറുണ്ട്. സോ ആ ഒരു ത്രെഡ് സ്ട്രിങ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ത്രെഡ് ഗ്രേറ്റർ ദാൻ 2 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതൽ നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ ലെങ്ത്ത് കിട്ടുകയാണെങ്കിൽ 2 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതൽ അത് വിസ്കോസിറ്റി കൂടുതലാണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേഷ് വൈറ്റ് കളറായിരിക്കും. ഇപ്പോൾ അബ്നോർമൽ കേസിൽ റെഡ് കളർ അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ നമുക്ക് കാണാറുണ്ട്. നോർമലി ഒരു ഗ്രേഷ് വൈറ്റ് കളറായിരിക്കും. സോ ഇപ്പോൾ യെല്ലോ കളറൊക്കെ ആണെങ്കിൽ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നോർമൽ ലിക്വിഫാക്ഷൻ ടൈം എന്ന് പറയുന്നത് 15 to 30 മിനിറ്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടത് 90 മിനിറ്റ് അല്ലായിരുന്നു. പക്ഷെ അത് ഫാൾസ് ആണെന്ന് നമ്മൾ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. കാരണം നോർമൽ അതായത് ഈ ഒരു സെമൻ ലിക്വിഫൈ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 15 to 30 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ പാൻക്രിയാറ്റിക് ഒബ്സ്ട്രക്ഷൻസിൻ്റെ കേസിൽ ഈ ലിക്വിഫാക്ഷൻ ടൈം ഡിലേ ആകും. കൂടുതൽ ടൈം എടുത്തിട്ടാണ് അത് എന്ത് ചെയ്യുക, ലിക്വിഫൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ pH എന്ന് പറയുന്നത് 7.28 ആണ്.
അപ്പോൾ കൂടുതലായിട്ട് അസിഡിക് പി എച്ച് ആയിക്കഴിഞ്ഞാൽ അത് സ്പേമിനെ കില്ലാവും. അതുകൊണ്ട് ആൽക്കലൈൻ പി എച്ചിലാണ് എന്ത് വരുന്നത്, സെമൻ വരുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി പി എച്ച് ഒക്കെ ഏകദേശം റേഞ്ച് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അതല്ല അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇപ്പോൾ സെമൻ്റെ വോളിയം ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ കളറ് ചോദിച്ചിട്ടുണ്ട്, ലിക്വിഫാഷൻ ടൈം ചോദിച്ചിട്ടുണ്ട്, പി എച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും എല്ലാ പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും എല്ലാ ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വേണമെങ്കിൽ നമ്മൾ ആമസോൺ കിൻഡിലിൽ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. സോ വോളിയം എന്ന് പറയുന്നത് 2 to 5 ml ആണ്. ജസ്റ്റ് ഗ്രേഷ് വൈറ്റ് അപ്പിയറൻസ് ആയിരിക്കും. ലിക്വിഫാഷൻ ടൈം 15 to 30 minutes ആണ്. പി എച്ച് 7.2 to 8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രക്ടോസ് ഇൻ സെമിനൽ ഫ്ലൂയിഡ് അസിസ്റ്റ് ഇൻ ഇവാലുവേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ്? ഫസ്റ്റ്, the secretory function of seminal vesicle. Second, the functional integrity of epididymis. Third, the functional integrity of vas deferens. Fourth, the secretory function of prostate gland. അതായത് ഈ പറഞ്ഞതിൽ ഏതിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സെമിനൽ ഫ്ലൂയിഡിൽ ഫ്രക്ടോസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്താൽ മനസ്സിലാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് തേർഡ് എന്നുള്ളതാണ് കറക്റ്റ്. ഏതായിരുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെമിനൽ വെസൈക്കിളിൻ്റെ ഫങ്ഷണൽ സെക്രട്ടറി ഫങ്ഷൻസ് നോക്കാൻ പറ്റും. തേർഡ് എന്ന് പറഞ്ഞാൽ വാസ് ഡിഫറൻസിൻ്റെ ഫങ്ഷണൽ ഇൻറ്റഗ്രിറ്റിയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസൈക്കിളാണ്. ഫ്രക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസൈക്കിൾസ് എന്നാണ്. സോ ഈ സെമിനൽ വെസൈക്കിൾസിൻ്റെ സെക്രട്ടറി ഫങ്ഷൻസ് നോക്കാൻ പറ്റും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്രക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഈ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ അതേപോലെ വാസ് ഡിഫറൻസിലേക്കാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാസ് ഡിഫറൻസിൻ്റെ ഫങ്ഷൻസും നമുക്ക് നോക്കാൻ പറ്റും. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പറയുകയാണെങ്കിൽ അതും ഈ ഫ്രക്ടോസും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതുപോലെ എപ്പിഡിഡൈമിസ് ഇവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇതും നമ്മുടെ ഫ്രക്ടോസും തമ്മിൽ ബന്ധമൊന്നുമില്ല. കാരണം ഇത് ഫ്രക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസൈക്കിൾ നിന്നാണ്. സോ വാസ് ഡിഫറൻസിലേക്ക് അത് റിലീസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഫങ്ഷൻ, ഇപ്പോൾ വാസ് ഡിഫറൻസിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രക്ടോസിൻ്റെ വാല്യൂവിൽ ഡിഫറൻസസ് ഉണ്ടാവും. സോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഫങ്ഷണൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫ്രക്ടോസ് നമ്മളുടെ നോർമലി നമ്മൾ സെമനിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഷുഗറാണ്. സോ അത് നമ്മൾ സ്പേമിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രക്ടോസ് ആണ്. നോർമൽ ലെവൽ എന്ന് പറയുന്നത് 150 to 600 mg/dl ഫ്രക്ടോസ് നമ്മുടെ സെമനിൽ പ്രസൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സെമിനൽ വെസൈക്കിളാണ്. അപ്പോൾ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ല. അതേപോലെ സെമിനൽ വെസൈക്കിൾ ഫങ്ഷൻ ആണെങ്കിൽ നമ്മുടെ ഈ ഫ്രക്ടോസിൻ്റെ അളവ് ഇപ്പറഞ്ഞ നോർമൽ ലെവലായിരിക്കും. ഒബ്സ്ട്രക്ഷൻസും ഇല്ല, സെമിനൽ വെസൈക്കിളിന് പ്രശ്നമൊന്നുമില്ല എങ്കിൽ. ആബ്സെൻസ് ഓർ ലോ ഫ്രക്ടോസിൻ്റെ അളവ് കുറയുക, അതായത് ലെസ് ദാൻ 150 mg/dl കുറവാണെങ്കിൽ അതെന്താണ് അസിസ്റ്റ് ചെയ്യുന്നത്? ഇജാക്കുലേറ്ററി ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻസ്, എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വരിക. അതുപോലെ സെമിനൽ വെസൈക്കിൾസിൻ്റെ അജനസിസ്, അത് സെമിനൽ വെസൈക്കിൾസിന് പ്രശ്നം, അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് കാരണമോ ആയിരിക്കും ഈ ഫ്രക്ടോസിൻ്റെ അളവ് കുറയും. എന്തെങ്കിലും ഇജാക്കുലേറ്ററി ഡക്റ്റിൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും, സെമിനൽ വെസൈക്കിൾസ് അത് മര്യാദയ്ക്ക് ഫ്രക്ടോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഫ്രക്ടോസിൻ്റെ അളവ് കുറയും. അതുപോലെ ആൻഡ്രോജൻ ഡെഫിഷ്യൻസിയിൽ ഫ്രക്ടോസിൻ്റെ അളവ് കുറയും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രക്ടോസ് ഇൻ അസൂസ്പെർമിയ. അസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേം ആസ്പെർമിയയും അസൂസ്പെർമിയയും വരുന്നത് അല്ലേ? സ്പേം സെമനിൽ ഇല്ലാത്ത കണ്ടീഷനെയാണ് നമ്മൾ അസൂസ്പെർമിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്രക്ടോസ് പ്രസൻ്റ് ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? അതൊരു നോൺ ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള അസൂസ്പെർമിയ ആണെന്ന് പറയാം. ഓക്കെ, അതായത് ഫ്രക്ടോസ് പ്രസൻ്റ് ആണ്, അതായത് ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ആണെങ്കിൽ അതെന്തായിരിക്കും? ഫ്രക്ടോസ് അതിൽ ആബ്സെൻ്റ് ആയിരിക്കുമല്ലോ. സോ അതേപോലെ തന്നെ ഫ്രക്ടോസ് ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് സജസ്റ്റ് ചെയ്യാം? ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള അസൂസ്പെർമിയ ആണ് എന്ന് സജസ്റ്റ് ചെയ്യാം.
അസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പേം ആബ്സെൻ്റ് ആയിരിക്കുന്ന സെമനിൽ ആബ്സെൻ്റ് ആയിരിക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ അസൂസ്പെർമിയ എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു അസൂസ്പെർമിയ ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിൽ ഫ്രക്ടോസും ആബ്സെൻ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രക്ടോസിൻ്റെ അളവ് ഒബ്സ്ട്രക്റ്റീവ് കേസിൽ കുറയും. എന്നാൽ നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ആണെങ്കിൽ, അതായത് ടെസ്റ്റിക്കുലാർ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഒബ്സ്ട്രക്ഷൻസ് കാരണമല്ല സ്പേം നമ്മളെ സെമനിൽ ഇല്ലാത്തത്, ഓൾറെഡി ടെസ്റ്റിസ് തന്നെ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ ഒരു കേസിൽ എന്താണ്, ഫ്രക്ടോസ് നമ്മളുടെ സെമനിൽ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് അസൂസ്പെർമിയ ആണോ നോൺ ഒബ്സ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് അസൂസ്പെർമിയ ആണോ എന്ന് നമുക്ക് ഫ്രക്ടോസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രക്ടോസ് വിത്ത് ലോ സെമൻ വോളിയം, കാരണം ഇപ്പോൾ ഇജാക്കുലേറ്ററി ഡക്ട് ഒബ്സ്ട്രക്ഷൻസിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫ്രക്ടോസ് കുറവായിരിക്കും, അതുപോലെ തന്നെ സെമൻ വോളിയം എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ള കാര്യം. സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. സോ അതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ യൂസ്ഡ് ആസ് പ്രോസ്റ്റാറ്റിക് മാർക്കർ? ഓപ്ഷൻ എ ആസിഡ് ഫോസ്ഫറ്റേസ്, ഓപ്ഷൻ ബി സിട്രിക് ആസിഡ്, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രോസ്റ്റാറ്റിക് മാർക്കേഴ്സ് ഏതൊക്കെയാണ്? ഓൾ ഓഫ് ദി എബോവ്. നമ്മൾ നേരത്തെ സെമൻ്റെ കോമ്പണൻസ് പഠനപ്പോൾ അതിൽ കുറേ മിനറൽസും ഇതേപോലെയുള്ള എൻസൈംസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആസിഡ് ഫോസ്ഫറ്റേസും സിട്രിക് ആസിഡും സിങ്കും ഒക്കെ നമുക്ക് പ്രോസ്റ്റാറ്റിക് മാർക്കേഴ്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇവിടെ പ്രോസ്റ്റാറ്റിക് മാർക്കേഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആസിഡ് ഫോസ്ഫറ്റേസ്. ആസിഡ് ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസ്റ്റേറ്റ് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് അല്ലേ. ഫോസ്ഫേറ്റ് എസ്റ്റേഴ്സിനെ അത് ഹൈഡ്രോലൈസ് ചെയ്യും. ഹൈ ലെവൽ സെമൻസ് നമുക്ക് ഫോറൻസിക് അനാലിസിസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ സെമന് പ്രസൻറ്റ് ആണോ എന്നൊക്കെ നമുക്ക് ഫോറൻസിക് കേസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ സിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സിങ്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പേമിൻ്റെ മെംബ്രെയിൻ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു സിങ്ക് ഏത് കേസിൽ കുറയും കൂടുന്ന, ഇപ്പോൾ ആസിഡ് ഫോസ്ഫറ്റേസ് നമ്മൾ പറഞ്ഞു സെമനിൽ ഹൈ ലെവലിൽ ഉണ്ടാവും, ഇപ്പോൾ നമുക്ക് ഫോറൻസിക് അനാലിസിസിനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ സിങ്ക് ഈ പ്രോസ്റ്റാറ്റിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്ന കേസിൽ സിങ്കിൻ്റെ ലെവൽ കുറയും. അതായത് ക്രോണിക് പ്രോസ്റ്ററ്റൈറ്റിസ് ഉണ്ടാവുന്ന കേസിൽ നമ്മുടെ സ്പേമിൻ്റെ മോട്ടിലിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, മെംബ്രെയിൻ സ്റ്റെബിലിറ്റി ഒക്കെ ആണല്ലോ ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ഡിസ്ഫങ്ഷൻ്റെ കേസിൽ സിങ്കിൻ്റെ ലെവൽ കുറയും. പിന്നെ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡിലെ ഒരു മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ കേസിലും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കേസിലൊക്കെ ഈ സിട്രിക് ആസിഡിൻ്റെ ലെവൽ കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിങ്കും സിട്രിക് ആസിഡും ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ കേസിൽ അതിൻ്റെ ലെവൽ കുറയും എന്ന് പഠിച്ചു. ഇനി പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA. സോ ഇത് സെമൻ്റെ ലിക്വിഫാഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു സെറം പ്രോട്ടീസ് എൻസൈം ആണ്. സെറം പ്രോട്ടീസ് ആൻറ്റിജൻ ആണ്. സോ എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ സെമന് ലിക്വിഫാക്ഷന് വേണ്ടിയിട്ടാണ്. സോ പ്രോസ്റ്റാറ്റിക് ക്യാൻസറിൽ ഒരു ട്യൂമർ മാർക്കറായിട്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പോൾ പ്രോസ്റ്റാറ്റിക് ക്യാൻസറിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂമർ മാർക്കർ ഏതാണെന്ന് ചോദിച്ചാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജനാണ്. ഇപ്പോൾ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിൽ നമുക്ക് സിങ്കും സിട്രേറ്റും കുറയും എന്നും പറഞ്ഞു. ഓക്കെ, സോ സെമൻ്റെ ലിക്വിഫാക്ഷൻ ഓർത്ത് വെക്കുക. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ സെമൻ്റെ ലിക്വിഫാക്ഷനിൽ ഇമ്പോർട്ടൻറ്റ് റോൾ എന്നുണ്ട്. നെക്സ്റ്റ് പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആസിഡ് ഫോസ്ഫറ്റേസ്. കാരണം ആസിഡ് ഫോസ്ഫറ്റേസിൻ്റെ എസ്റ്റർ, അത് പ്രോസ്റ്റേറ്റ് എന്ന് വരുന്ന ഐസോ എൻസൈംസ് ആണ് ഈ പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആസിഡ് ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റാറ്റിക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, മെറ്റാസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് സ്പ്രെഡായി മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സിൽ ഈ ഒരു പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആയിട്ടുള്ള ആസിഡ് ഫോസ്ഫറ്റേസിൻ്റെ ലെവൽ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മളുടെ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്, സെമിനൽ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. അതിൽ P30 ആൻറ്റിജന് നമുക്ക് പ്രോസ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ട് ഫ്ലോറൻസിനൊക്കെ സെമൻ്റെ ഒറിജിന് എന്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് P30 ആൻറ്റിജൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ മെയിൻലി ആസിഡ് ഫോസ്ഫറ്റേസ്, സിങ്ക്, സിട്രിക് ആസിഡ്, പ്രോസ്റ്റാറ്റിക് സ്പെസിഫിക് ആൻറ്റിജൻ ഒക്കെ ആണ് നമുക്ക് പ്രോസ്റ്റാറ്റിക് മാർക്കറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോർമൽ സ്പേം കൗണ്ട്? ഓപ്ഷൻ എ 200 to 300 sperm per ml. Option B 115 to 200 million sperm per ml. Option C 100 to 50 million sperm per ml. Option D 60 to 150 million sperm per ml. Correct answer 60 to 150 million sperm per ml. ഒരു ml
സെമനിൽ 60 to 150 മില്യണോളം സ്പേം ഉണ്ടാവും എന്നുള്ളതാണ് സ്പേമിൻ്റെ നോർമൽ. സെമനിൽ എത്രത്തോളം സ്പേം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ നോർമൽ ലെവൽ അതാണ് പറയുന്നത്. എന്നാൽ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പേരുകൾ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചതാണ്. അതായത് ഈ സ്പേമിൻ്റെ കൗണ്ട് കുറയുക എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഒലിഗോസ്പേമിയ എന്ന്. ഒലിഗോ മീൻസ് കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ഒലിഗോസ്പേമിയ എന്ന് പറഞ്ഞാൽ സ്പേം നമ്മൾ കുറയാണ്. എത്ര? 15നും താഴെ, അതായത് 15 മില്യൺസ് പെർ ml കുറയാണെങ്കിൽ നമുക്കതിനെ ഒലിഗോസ്പേമിയ എന്ന് പറയാം. എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അതുപോലെ തന്നെ വെരിക്കോസിലോ അങ്ങനെയുള്ള കാരണം കൊണ്ട് നമ്മൾ സ്പേം കൗണ്ട് കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒലിഗോസ്പേമിയ എന്ന്. എന്നാൽ അസൂസ്പേമിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. എ മീൻസ് ആബ്സെൻസ് എന്താണ് വരുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. സോ നോ സ്പേം ഇൻ സെമൻ. സ്പേം ഇല്ല സെമനിൽ. സോ ഒബ്സ്ട്രക്റ്റീവ് ആവാം, നോൺ ഒബ്സ്ട്രക്റ്റീവ്, രണ്ടും നമ്മൾ പറഞ്ഞു അല്ലേ. നേരത്തെ ഒബ്സ്ട്രക്റ്റീവ് നോൺ ഒബ്സ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് അസൂസ്പേമിയ ഉണ്ടായിരുന്നു. ഒബ്സ്ട്രക്റ്റീവിൻ്റെ കേസിലാണെങ്കിൽ ഫ്രക്ടോസും ആബ്സെൻ്റ് ആയിരിക്കും. നോൺ ഒബ്സ്ട്രക്റ്റീവ് അതായത് ടെസ്റ്റിക്കുലർ ഫെയിലിയർ ഒക്കെ കാരണം അസൂസ്പേമിയ വരികയാണെങ്കിൽ അവിടെ ഫ്രക്ടോസ് പ്രസൻ്റ് ആയിരിക്കും. ഫ്രക്ടോസ് നോർമൽ ലെവലായിരിക്കും. ആസ്പെർമിയ, ഈ ആസ്പെർമിയ എന്ന് പറഞ്ഞാൽ നോ സെമൻ വോളിയം. സെമനില്ല, നേരത്തെ സെമനിൽ സ്പേം ഇല്ല എന്നാണ് പഠിച്ചതെങ്കിൽ ആസ്പെർമിയ സ്പേം സെമൻ തന്നെ ഇല്ലാത്ത കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ആസ്പെർമിയ എന്ന് പറയുന്നത്. കാരണം ഈ റെട്രോഗ്രേഡ് ഇജാക്കുലേഷനിലൊക്കെ ആയിരിക്കും നമ്മളിത് കാണുന്നത്. നെക്സ്റ്റ് പയോസ്പെർമിയ. പയോസ്പെർമിയ എന്ന് പറയുമ്പോൾ 1 മില്യണിനേക്കാളും കൂടുതൽ WBC പെർ ml WBC കാണുകയാണ്. സെമനിൽ 1 മില്യണിൽ പുറത്ത് WBC കാണുമെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന കേസിൽ ഈ ഒരു കേസ് ഉണ്ടാവും. പയോ മീൻസ് പസ് സെൽസ് ആണല്ലേ. സോ WBC എന്ത് ചെയ്യാണ്? ഈ ഒരു സെമനിൽ കാണുന്ന കണ്ടീഷനാണ് പയോസ്പെർമിയ. നെക്രോസൂസ്പെർമിയ എന്ന് പറഞ്ഞാലോ, നെക്രോസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡെഡായി എന്നുള്ളതാണ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്. എല്ലാ സ്പേംസും ഉണ്ട്, പക്ഷേ ഡെഡ് ആയിട്ടുള്ളതായിരിക്കും. എന്തെങ്കിലും ടോക്സിക് എക്സ്പോഷർ കാരണം, ഇൻഫെക്ഷൻസ് കാരണമൊക്കെയാണ് ഈ ഒരു നെക്രോസൂസ്പെർമിയ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഹെമറ്റോസ്പെർമി. ഹെമറ്റോ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട്. RBC ഇൻ സെമൻ. ഇപ്പോൾ ക്യാൻസർ ഒക്കെ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റും, അപ്പോൾ എന്ത് ചെയ്യും? RBC ബ്ലീഡിങ് ഉണ്ടായിട്ട് RBC സെമനിൽ കാണുന്നതിനെയാണ് ഹെമറ്റോസ്പെർമിയ എന്ന് പറയും. നെക്സ്റ്റ് ആസ്തനോ സൂസ്പെർമിയ. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. ആസ്തനോ എന്ന് പറയുമ്പോൾ സെമനുണ്ട്, സ്പേമും ഉണ്ട്, പക്ഷേ അത് ലൈവ് ആണ്. പക്ഷേ എന്താണ്? അതിൻ്റെ മോട്ടിലിറ്റി കുറവാണ്. നമുക്ക് ഈ സ്പേമിൻ്റെ മോട്ടിലിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ കാരണം അതിൻ്റെ മോട്ടിലിറ്റി കുറവാണെങ്കിൽ, റിഡ്യൂസ്ഡ് മോട്ടിലിറ്റി ആണ് ആസ്തനോസൂസ്പെർമിയ എന്ന് പറയുന്നത്. എന്നാൽ ടെറ്ററോസൂസ്പെർമിയ എന്ന് പറഞ്ഞാലോ, ഇവിടെ പ്രശ്നം മോർഫോളജിയാണ്. സാധാരണ നമുക്ക് സ്പേമിന് നമ്മളൊരു മോർഫോളജി പറയാറുണ്ട് അല്ലേ. നമുക്ക് ഹെഡ് ഉണ്ടാവും, നെക്ക്, അതുപോലെ ടെയിൽ എന്നുള്ള രീതിയിൽ നമുക്ക് സ്പേമിന് ഒരു മോർഫോളജി പറയാറുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു മോർഫോളജിയിലായിരിക്കില്ല സ്പേം. അബ്നോർമൽ മോർഫോളജിയിലാണെങ്കിൽ നമുക്കതിനെ ടെറ്ററോസൂസ്പെർമിയ എന്ന് പറയാം. ഇതൊക്കെ ജസ്റ്റ് വേർഡ്സ്, അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുമുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളെ വീഡിയോ ലാഗായിട്ടുണ്ട് പറയുന്നുണ്ട്. കാരണം നമുക്ക് പല ബുദ്ധിമുട്ടുകളും കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നിങ്ങൾ വീഡിയോ ഇടാത്തവർ മാത്രമാണ് ജസ്റ്റ് വീഡിയോ ഇല്ലേന്ന് ചോദിക്കുന്നത്. വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ടൊക്കെ കുറവാണ്. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക്